സിദ്ധാർത്ഥ ഇപ്പൊ ഇട്ടേക്കുന്നത് വർക്ക് ആവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബട്ടണ് നമ്മള് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അതായത് ബട്ടൺ നേരെ എന്താ പറയാ, ഡിജിറ്റൽ പിന്നിലേക്ക് മാത്രമേ സിദ്ധാർത്ഥ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ആ ബട്ടണിലേക്ക് ഹൈയോ ലോയോ വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിവിടെ കോഡില് ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു ഹൈ വാല്യൂ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഉം, അതാ ഇവിടെ കണ്ടോ, ഡിജിറ്റൽ റീഡ് ബട്ടൺ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഹൈ എന്നാ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഹൈ സ്റ്റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥിന്റെ ബട്ടൺ വി സി സിയിലേക്കോ ഗ്രൗണ്ടിലേക്കോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇൻപുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോ സിദ്ധാർത്ഥ് ഇപ്പോ ഞാൻ ദാ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന പോലെ ഈ ബട്ടന്റെ മറ്റേ എൻഡ് എടുത്തിട്ട് 5 വോൾട്ടിലേക്കും കൂടെ കണക്ട് ചെയ്യണം. റെസിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ട കേസ് എന്താണെങ്കിലും വരും. ഓക്കെ, അപ്പൊ ആദ്യം റെസിസ്റ്റർ ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഓക്കെ ആയ റെസിസ്റ്റർ വയ്ക്കണ്ട. പക്ഷെ റെസിസ്റ്റർ വയ്ക്കുന്നതിന്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയാം. എല്ലാവരും ചെയ്യട്ടെ. എല്ലാരും ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഞാൻ പറയാം എന്തിനാണ് ബട്ടണിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്നത്. എല്ലാരും ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നവരൊക്കെ തംസപ്പ് ഇട്ടേ, നോക്കട്ടെ എത്ര പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ട്രൈ ചെയ്യുന്നവരൊക്കെ എന്താണെങ്കിലും റിസൾട്ട് ഗ്രൂപ്പിലേക്ക് ഇടണേ. അത് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇടണേ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിമുലേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി ഇല്ലാത്തൊരു ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഡിഫറെന്റ് ഡിഫറെന്റ് സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തൊക്കെ സെൻസേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതാ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് കുറച്ചധികം ഡിസ്പ്ലേസ് ഉണ്ട്. TFT ഡിസ്പ്ലേസ് ഉണ്ട്, മെട്രിക്സ് ഡിസ്പ്ലേസ് ഉണ്ട്, 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ഡിസ്പ്ലേസ് ഉണ്ട്. അനലോഗ് ജോയിസ്റ്റിക് ഉണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, പിന്നെ കീപാഡ് ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, അൾട്രാസോണിക് സെൻസർ, DHT11 ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ ആണ്, PIR സെൻസർ ഉണ്ട്. ഓക്കെ, പിന്നെ MBU 6050 അതൊരു ഗൈറോസ്കോപ്പ് ആണ്. DS1307, അതായത് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇന്റർഫേസ് ചെയ്ത് കാണിച്ച RTC മൊഡ്യൂൾ എന്ന് വെച്ചാൽ DS3237 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് DS1307 ഉണ്ട്. നിങ്ങൾക്ക് ChatGPT ചോദിച്ചിട്ട് കോഡ് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു RTC വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫേസ് ചെയ്യാം. ബസർ ഉണ്ട്, സർവോ മോട്ടർ ഉണ്ട്, സ്റ്റെപ്പർ മോട്ടർ ഉണ്ട്, അങ്ങനെ കുറെ അധികം മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കോഡിംഗ് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കോഡിംഗ് അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫെമിലിയർ ആവും. ആക്ച്വലി ഒരു ഹാർഡ്വെയർ വേണമെന്നൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോ ആക്ച്വൽ ഹാർഡ്വെയർ വെച്ച് ചെയ്യുന്ന ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എന്താ പറയാ, ആക്ച്വലി നമ്മൾ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ LED യിലേക്കും സീരീസ് ആയിട്ട് ഓരോ റെസിസ്റ്റർ കൊടുക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ LCDക്കകത്ത് LED കത്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സിമുലേഷൻ ചെയ്യുമ്പോൾ ആ റെസിസ്റ്റർ ഒന്നും വച്ചില്ലെങ്കിലും ഡിസ്പ്ലേ കത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു ഹാർഡ്വെയർ ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് കിട്ടില്ല എന്നേ ഉള്ളൂ. പ്രോഗ്രാമിങ്ങിനുള്ള എക്സ്പീരിയൻസ് കിട്ടും. പ്രോഗ്രാമിംഗ് ലോജിക് ഒക്കെ പക്കയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്താണ് സിമുലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ റെസിസ്റ്റർ എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ഡൗൺ റെസിസ്റ്റർ ആണ്. ഓക്കെ,
പുൾ ഡൗൺ റെസിസ്റ്റർ. ആ റെസിസ്റ്റർ എന്തിനാ ഇവിടെ വച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത് ഹൈ ആണ്. ഓക്കെ, ബട്ടന്റെ സ്റ്റേറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ അല്ലാതെ ലോ ഡിറ്റക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിനകത്തേക്ക് കയറില്ല, അങ്ങനെ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ വച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാത്ത സമയത്ത് ഈ ഒരു D12ലേക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഈ റെസിസ്റ്റർ ഞാൻ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ ഈ റെസിസ്റ്റർ ഞാൻ ഇവിടെ നിന്ന് മാറ്റി. ഓക്കെ, ഈ റെസിസ്റ്റർ ഞാൻ മാറ്റി. അപ്പൊ ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാത്ത സമയത്ത് ഈ ഒരു ആ, ഈ ഒരു ബ്ലൂ ലൈൻ ഇല്ലേ, ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ വയർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാവും. അതായത് നോ കണക്ഷൻ ആണ്. നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാത്ത സമയത്ത് ഈ ഒരു D12 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നെ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിജിറ്റൽ പിന്നിന്റെ സ്റ്റേറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് ഹൈ ആയി ഡിറ്റക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്, മേ ബി അത് ലോ ആയി ഡിറ്റക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതായത് ഫോൾസ് ട്രിഗർ ചെയ്യും. നമ്മൾ ട്രിഗർ ചെയ്യാതെ മൈക്രോ കൺട്രോളർ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിഗർ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിനേരിയോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്യും. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്യും. ഇങ്ങനെ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റെസിസ്റ്ററിനെ വിളിക്കുന്നത് പുൾ ഡൗൺ റെസിസ്റ്റർ എന്നാണ്. ഓക്കെ, അതിനെ എന്തുകൊണ്ടാണ് പുൾ ഡൗൺ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. ഓക്കെ, ഇതാ ഇവിടെ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ ബട്ടൺ പ്രസ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് ഈ റെസിസ്റ്റർ ത്രൂ ഒരു ഗ്രൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് ഒരു ലോ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഈ എപ്പോഴും നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാത്ത സമയത്ത് ബട്ടൺ റീഡ് ചെയ്യുന്ന വാല്യൂ ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫോൾസ് ട്രിഗർ വരില്ല, ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുൾ ഡൗൺ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിനോ എംബഡഡിന്റെ എന്തെങ്കിലും ഒരു ജോബിന് ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു പുൾ അപ്പ് റെസിസ്റ്റർ പുൾ ഡൗൺ റെസിസ്റ്ററിന്റെ ഒക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഞങ്ങൾ ഇവിടെ കമ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ I2C അല്ലെങ്കിൽ SPI ഒക്കെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിൽ നമ്മൾ അതിന്റെ ഡാറ്റാബേസ് പോകുന്ന ആ ഒരു ലൈൻ നമ്മൾ എപ്പോഴും പുള്ളപ്പ് ചെയ്ത് വയ്ക്കാൻ മാനുഫാക്ചേഴ്സ് എന്താണ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾസ് ട്രിഗറിങ് ജങ്ക് വാല്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പുള്ളപ്പ് ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ I2C ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് വാല്യൂസ് അല്ലെങ്കിൽ ഫോൾസ് ട്രിഗറിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നവര് ഈ ഒരു പുൾ അപ്പ് റെസിസ്റ്റർ പുൾ ഡൗൺ റെസിസ്റ്ററിന്റെ ഒക്കെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ളവര്. അതായത് നിങ്ങൾ ഡീബൗൺസിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്വിച്ച് ഡീബൗൺസിങ് അങ്ങനെ. അപ്പൊ ഈ ഡീബൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യും. ഷ്മിത്ത് ട്രിഗർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ ഒരു സർക്യൂട്ട് കോംപ്ലക്സ് സർക്യൂട്ട് ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പുൾ ഡൗൺ റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടും ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ റെസിസ്റ്റർ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിജിറ്റൽ പിന്ന് ഫ്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് ക്ലിയർ ആവാത്തത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നാളെ മുതൽ ഈ ഒരു സിമുലേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നാളെ നമ്മൾ വേറെ വേറെ സെൻസേഴ്സ് എന്താണ് നമ്മുടെ സർവോ മോട്ടോഴ്സ് ഒക്കെ നാളെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സർവോ മോട്ടർ നമ്മൾ ഒരു ജോയിസ്റ്റിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നാളെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഫെമിലിയറൈസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. കാരണം നമ്മൾ റെഗുലർ ക്ലാസ് എടുക്കുന്ന പോലെ സ്പീഡിൽ തന്നെ എല്ലാം പറഞ്ഞു പോകും. അപ്പോൾ കൂട്ടത്തിൽ ചെയ്ത് ഒരു പരിചയമൊക്കെ ആവണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ടൈം ഞാൻ തരുന്നത്. നാളെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകും. അപ്പൊ കൂട്ടത്തിൽ ചെയ്തോണം. ഓക്കെ.
എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു ഡിസ്പ്ലേയും കൂടെ ഇന്റർഫേസ് ചെയ്ത് കാണിച്ചു തരായിരുന്നു. ഞാൻ അതിന്റെ കോഡും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്ന പ്രൊജക്ട് ഞാൻ ഷെയർ ചെയ്യാം. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഫോട്ടോ ഇടണേ. ഈ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നവര് റെസിസ്റ്ററിന്റെ വാല്യൂ 10K ആക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല.
മുസ്ലിംസ് നേരെ തിരിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് കോമൺ ആനോഡ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ്. നമ്മൾ പക്ഷെ കോഡ് എഴുതിയേക്കുന്നത് കോമൺ കാഥോഡിന് വേണ്ടിയിട്ടുള്ളതാ. ഓക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ഇല്ലേ, 0 1 2 3 4, ആ ഒരു ഫംഗ്ഷനകത്തല്ല ഹൈ കിടക്കുന്നിടത്ത് ലോയും ലോ കിടക്കുന്നിടത്ത് ഹൈയും ആക്കിയിട്ടൊന്ന് റൺ ചെയ്ത് നോക്കും. ചെയ്ത് കഴിയാറായോ എല്ലാരും?
ഓക്കെ. അപ്പോ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഒരു പ്രൊജക്റ്റ് കാണിച്ചു തരാം. ഞാൻ അതിന്റെ എന്താ പറയാ, ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അത് ഉം, അതെന്താണ് ആ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ടെക്സ്റ്റുകൾ എങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കാം എന്നുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോ. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ബ്രീഫ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് I2C യൂസ് ചെയ്യുന്ന, അതായത് I2C കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട്, VCC, SDA, SCL എന്ന് പറഞ്ഞിട്ട് 4 പിന്ന് കാണാം. ഓക്കെ. അപ്പൊ ഇതിന്റെ I2C പിൻ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ SDA ആൻഡ് SCL ആണ്. ഓക്കെ. ഇതിന്റെ അകത്ത് SDA നമ്മൾ ഡയറക്ട്ലി കണക്ട് ചെയ്തേക്കുന്നത് അർഡിനോയുടെ ഡിഫോൾട്ട് SDA പിൻ ആയിട്ടുള്ള A4ലേക്കാണ്. അതേപോലെ തന്നെ SCL കണക്ട് ചെയ്തേക്കുന്നത് ഡിഫോൾട്ട് SCL പിൻ ആയിട്ടുള്ള A5ലേക്കാണ്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ കണക്ഷൻ. പിന്നെ VCC ഗ്രൗണ്ട്. ഓക്കെ. ഇത്രേ ഉള്ളൂ കണക്ഷൻ. ഇനി നമ്മുടെ കോഡ് പാർട്ടാണ്, കോഡിലേക്കുള്ള പാർട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ വയർ ഡോട്ട് എച്ച്. അപ്പൊ ഞാൻ RTC മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, I2C നമ്മൾ ആർഡിനോ ബോർഡിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ലൈബ്രറിയാണ് വയർ ഡോട്ട് എച്ച്. ഓക്കെ. ആ ഒരു വയർ ഡോട്ട് എച്ച് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആർഡിനോ ബോർഡിൽ I2C എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിക്വിഡ് ക്രിസ്റ്റൽ I2C.h എന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ആ ലൈബ്രറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ എന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് LCD ഡിസ്പ്ലേസിനെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്പ്ലേയെ I2C ലൈബ്രറി യൂസ് ചെയ്ത് റൺ ചെയ്യാനുള്ള ഒരു ഹെഡർ ഫയലാണ് ലിക്വിഡ് ക്രിസ്റ്റൽ I2C.h എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ലൈബ്രറി, അടുത്ത ലൈൻ എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ I2C LCD 0x2716,2 എന്ന് പറയുന്ന ഒരു ലൈനാണ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇത് ലിക്വിഡ് ക്രിസ്റ്റൽ I2C എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. അത് എന്താ പറയാ, നമ്മുടെ ഈ ഒരു ലൈബ്രറിക്കകത്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെ പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, LCD എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 0x27 എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ്. എന്തിന്റെ അഡ്രസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു I2C, ഈ I2C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഡ്രസ് കാണും. I2C എന്ന് പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ബസ് വെച്ചിട്ട്, ഒന്ന് ഡാറ്റാ ബസ്സും ഒന്ന് ക്ലോക്ക് ബസ്സും. ആ രണ്ട് ബസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് SDA, അല്ല I2C. അപ്പൊ നമ്മൾ ഓരോ ഡിവൈസിനെ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഡിവൈസിനും ഓരോ ഡിവൈസ് അഡ്രസ് കാണും. ഓക്കെ. അപ്പൊ നമ്മൾ ഏതൊരു ഡിവൈസിനെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഡിവൈസിന്റെ ഡിവൈസ് അഡ്രസ്സും കൂടെ നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്ന മെസ്സേജിന് മുമ്പായിട്ട് അയച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന LCD ഡിസ്പ്ലേയുടെ I2C അഡ്രസ് എന്ന് പറയുന്നത് 0x27 ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 16:2 എന്ന് പറയുന്ന ഒരു സൈസ് ഉള്ള LCD ഡിസ്പ്ലേ ആണ്. ഈ 16:2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് 16 കോളംസ് ഉണ്ട്. നിങ്ങൾ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഒരു ബ്ലാക്ക് മെട്രിക്സ് കാണാൻ പറ്റും. അത് എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 കോളംസും 2 റോസും കാണാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് 16 കോളംസും 2 റോസും ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 16,2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ.
20 കോളംസും 4 റോസും ഉള്ളതുണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 16 എന്നുള്ളതിന് പകരം 20യും 2 എന്നുള്ളതിന് പകരം 4ഉം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മൈക്രോ കൺട്രോളറിന് മനസ്സിലാകത്തുള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേക്ക് 20 കോളംസും 4 റോസും ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേക്ക് 16 കോളംസും 2 റോസും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് പ്രോപ്പർ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ലൂപ്പിൽ LCD.init എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ serial.begin എന്ന് പറയുന്ന പോലെ തന്നെയാണ്. LCD.init എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു LCDക്ക് ആവശ്യമായിട്ടുള്ള I2C പിൻസ് ഡിഫൈൻ ചെയ്തതും പിന്നെ LCDക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോ കൺട്രോളറിനോട് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ I2C എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറിക്കകത്താണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് LCD.backlight എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് LCD ഉണ്ട്, LED ഉണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ നമുക്ക് ആ ഒരു LED കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ LED കത്തണം എന്നുണ്ടെങ്കിൽ ഈ LCD.backlight എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ഇപ്പൊ ഈ LCD.backlight നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ആ ഒരു LED കത്തത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് LCD യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല പല വിൻഡോസ് നമുക്ക് ഈ LCDക്കകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പല പല വിൻഡോസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓരോരോ വിൻഡോസ് നമുക്ക് LCD ഡിസ്പ്ലേക്കകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ LCD ഡിസ്പ്ലേയിൽ ഓരോ വിൻഡോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ LCD.set cursor 0,0 എന്ന് പറയുന്നത് എവിടെ മുതലാണോ നമ്മുടെ മെസ്സേജ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ട പിക്സലിന്റെ പൊസിഷൻ ആണ് നമ്മൾ ഈ സെറ്റ് കേഴ്സർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 0,0 എന്ന് പറയുന്നത് 0th കോളം 0th റോ ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കേഴ്സർ എവിടെ വന്നാൽ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മെട്രിക്സിലായിരിക്കും വന്നിരിക്കുക. ഓക്കെ, 0 അല്ല 0,0 എന്ന് പറയുന്ന സംഭവം, അതായത് 0th റോ അല്ല 0th കോളം 0th റോ. അപ്പോ ഈ ഹലോ വേൾഡിന്റെ H ഈ ഒരു ബോക്സിനകത്തായിരിക്കും ഉള്ളത്. ഈ ഈ സെക്കൻഡ് ബോക്സിനകത്ത് വരും, L തേർഡ് ബോക്സിനകത്ത് വരും, വേറെ L ഈ ഒരു ബോക്സിനകത്ത് വരും, O ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കേഴ്സർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ സപ്പോസ് കേഴ്സർ 0,1 എന്നാണെന്നുണ്ടെങ്കിൽ 0th കോളം ഫസ്റ്റ് റോയിൽ വരും. ഓക്കെ, അപ്പോ ഇതെങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാല് 0th കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 0th കോളം. ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതായത് നമ്പറിങ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 0 ആണ്, ഇത് 1 ആണ്. ഓക്കെ, പിന്നെ കോളത്തിന്റെ വരുന്നത് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, അങ്ങനെ 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 പോയി ഇവിടെ 16 ആണ് വരുന്നത്. ഓക്കെ, 16 ആണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ നമ്പറിങ് വരുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇവിടെ 0th കോളം ഫസ്റ്റ് റോ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹലോ വേൾഡിന്റെ H പ്രിന്റ് ആവാൻ പോകുന്നത് ഇതാ ഇവിടെ ആയിരിക്കും. HELLO ഇങ്ങനെയായിരിക്കും പ്രിന്റ് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും പ്രിന്റ് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെയാണ് പ്രിന്റ് ആയത്. ഇപ്പൊ നമുക്ക് മേലെ കാണണമെന്നുണ്ടെങ്കിൽ റോയുടെ നമ്പർ മാത്രം ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 0th റോ 0th കോളത്തിൽ വരും. അപ്പൊ ഞാൻ അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കും. അപ്പൊ മേലെ വരും. കണ്ടോ,
ഇനിയിപ്പോ നമുക്ക് കോളത്തിന്റെ നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഇത് മാറ്റി ഞാനൊരു 7 കൊടുക്കുക. അപ്പൊ എവിടെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇവിടെ വരും. ഓക്കെ, 1 2 3 4 5 6 7 എച്ച് ഇവിടെ വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. 7 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടിട്ടാണ്. 0 1 2 3 4 5 6 7 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഒരു പിക്സൽ മാറി വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും ഡിസ്പ്ലേയുടെ കാര്യം? ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കോഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ചെയ്ത 7 സെഗ്മെന്റിന്റെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ലൈക്ക് ആ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ പ്രൊജക്റ്റുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ തരുക. അതായത് ചെയ്യേണ്ട ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയും വേണം, ഈ ഒരു എന്താ പറയാ, ഈ ഒരു നമ്മളിപ്പോ ഇന്റർഫേസ് ചെയ്ത് ഈ ഒരു LCD ഡിസ്പ്ലേയും വേണം. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബട്ടൺ ഞെക്കുന്ന സമയത്ത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിലും കാണിക്കണം എന്താ ഡിജിറ്റ്, നമ്മുടെ ഈ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതായത് ഈ ഒരു LCD ഡിസ്പ്ലേയിലും കാണിക്കണം ഡിജിറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു ടാസ്ക്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ അത് ചെയ്ത് നോക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ നിൽക്കുന്നത് ഈ ഡിസ്പ്ലേയുടെ ഒരു സെപ്പറേറ്റ് പ്രൊജക്ട്, ആ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ സെപ്പറേറ്റ് പ്രൊജക്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊജക്റ്റും കൂടെ മിക്സ് ചെയ്ത് ഒറ്റ പ്രൊജക്റ്റ് ആക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റും അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള പല ഫീച്ചേഴ്സും പല പല ചെറിയ ചെറിയ പ്രൊജക്റ്റിൽ നിന്നെടുത്ത് ഒരു ഒറ്റ വലിയ പ്രൊജക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് തരുന്ന ടാസ്ക് ഇതാണ്. ആ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ പ്രൊജക്റ്റും കൂടെ ഈ ഒരു LCD ഡിസ്പ്ലേയുടെ പ്രൊജക്റ്റും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും ടാസ്ക്? ഞാനത് ചെയ്തിട്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ അതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു മീറ്റിംഗ് എൻഡ് ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇട്ടേക്കാം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എല്ലാരും ചെയ്തിട്ട് വേണം അത്. ഓക്കെ ആണോ? മനസ്സിലായോ? ആ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാരും ഒരു തംസ് അപ്പ് ഇട്ടിട്ട് ലീവ് ചെയ്തോ. ഞാൻ അപ്പോഴത്തേക്ക് ഇട്ടേക്കാം.